എന്നെ ക്ഷണിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന ഒരു കുഞ്ഞിപ്പിള്ളേരുടെ മനസ്സുള്ള രാഷ്ട്രീയം എന്ത് എന്ന് പോലും അറിയാൻ പാടില്ലാത്ത ഒരു വ്യക്തിയാണ് ശശി തരൂർ എന്ന് തന്നെ പറഞ്ഞു വെക്കേണ്ടി വരും. ശശി തരൂർ വ്യക്തമാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു 2025 ത്രിതല പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിന്റെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു? ശശി തരൂർ ഒരിക്കലും അങ്ങനെ രാജിവെച്ച് കോൺഗ്രസിൽ നിന്ന് പോകത്തില്ല. ശശി തരൂർ ഇപ്പോൾ നടത്തുന്ന ഈ നെഗോഷിയേഷൻ, ശശി തരൂർ എന്ത് നെഗോഷിയേഷനാണ് രാഹുൽ ഗാന്ധിയുമായിട്ട് നടത്താൻ വേണ്ടിയിട്ട് പോകുന്നത്? ശശി തരൂരിന്റെ ലക്ഷ്യം എന്താണ്? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ അവശേഷിക്കുന്നുണ്ട്. എങ്കിലും ഒരു കാര്യം മാത്രം മുൻകൂട്ടി പറഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. BJPയുടെ ഏജന്റാണ് ശശി തരൂർ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ശശി തരൂരിന്റെ ഇൻട്രസ്റ്റുകളെ കോൺഗ്രസ് പ്രൊട്ടക്ട് ചെയ്തില്ല എന്ന് വിചാരിച്ച് എന്തെങ്കിലും സംഭവിക്കുമോ? ഒരു ചുക്ക് സംഭവിക്കത്തില്ല. നമസ്കാരം. കോൺഗ്രസ് ശശി തരൂരിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. പക്ഷെ ശശി തരൂര് ഇപ്പോഴും കർക്കശ നിലപാടുമായിട്ട് തന്നെ തുടരുകയാണ്. എന്താണ് ഇതിന്റെ പിന്നിൽ? ഈ പല്ലിമിഠായി മേടിച്ചു തന്നില്ല, അതല്ലെങ്കിൽ ഡയറി മിൽക്ക് മേടിച്ചു തന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുഞ്ഞിപ്പിള്ളേരെ പണങ്ങുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ട് എല്ലാ വീടുകളിലും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ പാലക്കാട് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് എന്നെ ക്ഷണിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് എന്നെ ക്ഷണിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന ഒരു കുഞ്ഞിപ്പിള്ളേരുടെ മനസ്സുള്ള രാഷ്ട്രീയം എന്ത് എന്ന് പോലും അറിയാൻ പാടില്ലാത്ത ഒരു വ്യക്തിയാണ് ശശി തരൂർ എന്ന് തന്നെ പറഞ്ഞു വെക്കേണ്ടി വരും. എറണാകുളത്ത് നടന്ന കോൺഗ്രസിന്റെ ത്രിതല പഞ്ചായത്തിലേക്ക് ജയിച്ചിട്ടുള്ള ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകുന്ന ഒരു പരിപാടിയിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നു. ഈ രാഹുൽ ഗാന്ധി പങ്കെടുത്ത പരിപാടിയിൽ സാധാരണ ഒരുപാട് നേതാക്കന്മാർ അവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. ശശി തരൂർ കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവൊന്നുമല്ല, അങ്ങനെയൊന്നും പുള്ളി തെറ്റിദ്ധരിച്ചു പോരുത്. UN സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ചതിന് ശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിലാണ് അംഗമായിട്ട് ചേർന്നിട്ടുള്ളത്. ഈ കോൺഗ്രസ് പാർട്ടിയിൽ അംഗമായിട്ട് ചേരുന്ന സമയത്ത് കോൺഗ്രസ് പാർട്ടിക്ക് പല പല തലങ്ങളുണ്ട്. ദേശീയ തലമുണ്ട്, സംസ്ഥാന തലമുണ്ട്, ജില്ലാ തലമുണ്ട്, മണ്ഡലം തലമുണ്ട്, ബൂത്ത് തലമുണ്ട്, ഇങ്ങനെ വിവിധ തലങ്ങളുണ്ട്. ഈ തലങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് ഞാൻ വലിയ മഹാരാജാവാണ് എന്നും പറഞ്ഞുകൊണ്ടൊന്നും ഇരുന്നിട്ട് കാര്യമില്ല. എന്താണ് പാർട്ടിക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്? ശശി തരൂർ വ്യക്തമാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു 2025 ത്രിതല പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിന്റെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു? കേരളത്തിലെ എത്ര ജില്ലകളിൽ, എത്ര പഞ്ചായത്തുകളിൽ, എത്ര നിയോജക മണ്ഡലങ്ങളിൽ, എത്ര ബ്ലോക്ക് പഞ്ചായത്തുകളുടെ പ്രചരണത്തിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ ശശി തരൂർ അവൈലബിൾ ആയിരുന്നു? ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം ശശി തരൂർ പറഞ്ഞതിന് ശേഷം വേണം ശശി തരൂരിനെ പ്രസംഗിക്കാനായിട്ട്. അത് രാഹുൽ ഗാന്ധി വേദിയിലിരിക്കുന്ന സമയത്ത് ശശി തരൂരിന് പ്രസംഗിക്കാൻ അവസരം കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു നിസ്സഹകരണം പ്രഖ്യാപിക്കുന്നതിന് മുമ്പായിട്ട് ഇതിനൊരു മറുപടി വേണ്ടേ? ശശി തരൂർ പറഞ്ഞിരിക്കുന്ന ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകനോട് പറഞ്ഞിരിക്കുന്നത് ഇനി കോൺഗ്രസ് പാർട്ടിയിലേക്ക് ഇല്ല എന്നുള്ളതാണ്. വാക്കിന് എന്തെങ്കിലും വിലയുണ്ടെങ്കിൽ ഇനി കോൺഗ്രസ് പാർട്ടിയിലേക്ക് തിരിച്ചു വരരുത്. ആ MP സ്ഥാനവും രാജിവെച്ച് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വം രാജിവെച്ച് എവിടേക്കെങ്കിലും പോവുകയാണ് ചെയ്യേണ്ടത്. ശശി തരൂർ ഒരിക്കലും അങ്ങനെ രാജിവെച്ച് കോൺഗ്രസിൽ നിന്ന് പോകത്തില്ല. ശശി തരൂർ ഇപ്പോൾ നടത്തുന്ന ഈ നെഗോഷിയേഷൻ, അതായത് പണ്ടൊക്കെ നമ്മൾ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്രെഡിബിലിറ്റി ഉള്ള ഒരു സംഭവമായിരുന്നു. പക്ഷേ ഇന്നത്തെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നൗ പൊളിറ്റിക്സ് ഈസ് നെഗോഷിയേഷൻ എന്ന് പറയേണ്ടി വരും. ഇപ്പോഴത്തെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നെഗോഷിയേഷൻസ് ആണ്. ഈ നെഗോഷിയേഷൻസിലൂടെ ഓരോരുത്തർക്കും എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ഓരോ വ്യക്തിയും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യത്തിന് അപകടമാണ് എന്നാണ് നമുക്ക് കരുതാൻ വേണ്ടിയിട്ട് സാധിക്കുക. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ശശി തരൂർ എന്ത് നെഗോഷിയേഷനാണ് രാഹുൽ ഗാന്ധിയുമായിട്ട് നടത്താൻ വേണ്ടിയിട്ട് പോകുന്നത്? ശശി തരൂരിന്റെ ലക്ഷ്യം എന്താണ്? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ അവശേഷിക്കുന്നുണ്ട്. അതായത് ശശി തരൂർ രാഹുൽ ഗാന്ധിയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ഏകദേശം 15 പേരുടെ ഒരു പട്ടിക, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന 15 പേരുടെ പട്ടികയുമായിട്ടാണ് ശശി തരൂർ രാഹുൽ ഗാന്ധിയെ കാണാൻ വേണ്ടി, രാഹുൽ ഗാന്ധിയുടെ അടുക്കൽ പറയാൻ വേണ്ടി പോകുന്നത് ഈ 15 പേരിൽ 10 പേർക്കെങ്കിലും സീറ്റ് കൊടുക്കണം. ആ സീറ്റ് കൊടുക്കാത്ത പക്ഷം താൻ പാർട്ടിയുമായിട്ട് സഹകരിക്കത്തില്ല. ഈ ഒരു നെഗോഷിയേഷനെ, ഈ ഒരു ബ്ലാക്ക് മെയിലിങ്ങിനെ കോൺഗ്രസ് അനുകൂലിച്ചാൽ, അല്ലെങ്കിൽ ശശി തരൂരിന് വഴങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് വലിയ ദുരന്തമായിരിക്കും എന്നുള്ള കാര്യം കോൺഗ്രസ് ഇപ്പോഴേ ഓർത്തു വെക്കുന്നത് നല്ലതാണ്. ശശി തരൂർ എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൃത്യമായ ഒരു ധാരണ നമുക്കുണ്ട്. അത് വരും ദിവസങ്ങളിൽ നമ്മൾ അതിന് കൃത്യമായിട്ടത് കേരളത്തിലെ പൊതുസമൂഹത്തോട് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എങ്കിലും ഒരു കാര്യം മാത്രം മുൻകൂട്ടി പറഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. BJPയുടെ ഏജന്റാണ് ശശി തരൂർ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് ഇപ്പോൾ ഈ സമയവും ഇന്നത്തെ ഡേറ്റും വെച്ച് ആർക്ക് വേണമെങ്കിലും എഴുതിയിടാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ശശി തരൂർ ഒരു നെഗോഷിയേഷനുമായിട്ട് രാഹുൽ ഗാന്ധിയെ സമീപിക്കുന്നു, ഇലക്ഷൻ വരാൻ വേണ്ടി പോകുന്നു. ഏതെങ്കിലും തരത്തിൽ ശശി തരൂർ പാർട്ടി വിട്ടു പോകുന്ന ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ അത് UDFന് വളരെ വലിയ രീതിയിൽ ദോഷം ചെയ്യും എന്നൊക്കെ നേതൃത്വം ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ ദുരന്തം ആയിരിക്കും കോൺഗ്രസ് എടുത്ത് നെഞ്ചത്ത് വെക്കുന്നത് എന്നൊരു ഓർമ്മ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന് ഉണ്ടാകുന്നത് നല്ലതാണ്. അതിന് ഉത്തരമായിട്ട് ഞാൻ ഇപ്പോഴും വീണ്ടും ഒന്നുകൂടെ ആവർത്തിച്ചു പറയുന്നു, ശശി തരൂർ BJPയുടെ ഏജന്റാണ്.
അപ്പോൾ ഈ ചർച്ചകൾക്കൊക്കെ ശേഷം ഈ 10 MLA കാൻഡിഡേറ്റ്സിനെ ശശി തരൂരിന്റെ ഭാഗത്തു നിന്ന് കോൺഗ്രസ് അങ്ങോട്ട് സമ്മതിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ 10 സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശശി തരൂർ ചെയ്യും. അതിനു വേണ്ടിയിട്ട് വോട്ടിംഗ് മെഷീനിൽ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാജിക്ക് കാണിക്കാനും അദ്ദേഹത്തിന് സാധിക്കും. ഇത് അദ്ദേഹത്തിന് ഗ്ലോബൽ കണക്ഷൻസ് ഉള്ളതാണ്. IT-യുമായിട്ടും ഒരുപാട് സോഫ്റ്റ്വെയർ കമ്പനികളൊക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളാണ്. അപ്പോൾ ആ ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ച് അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ 10 പേർ കേരള നിയമസഭയിലേക്ക് വിജയിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ UDF മന്ത്രിസഭ ഉണ്ടാക്കിയാലും 6 മാസത്തിനുള്ളിൽ ആ മന്ത്രിസഭ താഴെ വീഴും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു, ശശി തരൂർ BJPയുടെ ഏജന്റാണ്. കോൺഗ്രസ് നേതൃത്വം വളരെ ഗൗരവത്തോടു കൂടി അദ്ദേഹത്തെ കാണാത്ത പക്ഷം, സൂക്ഷിക്കാത്ത പക്ഷം, ഇതാണ് ഞാൻ പറയുന്ന പദം, സൂക്ഷിക്കാത്ത പക്ഷം വളരെ ഗുരുതരമായ ഒരു പ്രശ്നത്തിലേക്ക് കോൺഗ്രസ് അല്ലെങ്കിൽ UDF പതിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ശശി തരൂരിന്റെ ഇൻട്രസ്റ്റുകളെ കോൺഗ്രസ് പ്രൊട്ടക്ട് ചെയ്തില്ല എന്ന് വിചാരിച്ച് എന്തെങ്കിലും സംഭവിക്കുമോ? ഒരു ചുക്ക് സംഭവിക്കത്തില്ല. ശശി തരൂരിന്റെ മുമ്പിൽ വേറെ ഒരു ഓപ്ഷനും ഇല്ല. ശശി തരൂർ ഇപ്പോൾ മാറി നിന്നു എന്ന് കരുതുക, കോൺഗ്രസിന്റെ മുമ്പിൽ വെക്കുന്ന നിബന്ധനകളൊന്നും കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല, അത് തള്ളിക്കളയുന്ന സാഹചര്യത്തിൽ ശശി തരൂർ വിട്ടുനിൽക്കുന്നതോടുകൂടി ശശി തരൂരിന്റെ ജെനുവിനിറ്റിയും ശശി തരൂരിന്റെ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റിയും കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയത്തില്ലേ? UDFനോട് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ, കേരളത്തിലെ പൊതുസമൂഹത്തോട് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ, ഈ പറയുന്ന ശശി തരൂരിന്റെ CPM-നോട് എന്തെങ്കിലും ഒരു വിരോധമുണ്ടെങ്കിൽ, BJPയോട് എന്തെങ്കിലും ഒരു വിരോധമുണ്ടെങ്കിൽ, UDF വളരെ വലിയൊരു ഫൈറ്റിന് ഇങ്ങനെ ഒരു യുദ്ധഭൂമിയിൽ നിൽക്കുന്ന സമയത്ത് ഈ ശശി തരൂർ കോൺഗ്രസിന് നിന്ന് നിർജീവമായിട്ട് നിൽക്കുമോ? ഈ പറയുന്ന പ്രസ്ഥാനത്തോട് അദ്ദേഹത്തെ കഴിഞ്ഞ 4 പ്രാവശ്യവും വോട്ട് ചെയ്ത് അദ്ദേഹത്തെ വിജയിപ്പിച്ച് ഡൽഹിയിലേക്ക് അയക്കുകയും അവിടെ കേന്ദ്ര സഹമന്ത്രിയൊക്കെ ആക്കുകയും ചെയ്തിട്ടുള്ള തിരുവനന്തപുരത്തെ ജനങ്ങളോട് എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അദ്ദേഹം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുമോ? ഒരു തരത്തിലുമില്ല. കോൺഗ്രസ് നേതൃത്വം ഒരു കാരണവശാലും ശശി തരൂരിന്റെ പുറകെ പോകരുത്. ശശി തരൂർ ഇവിടെ ഒരു ചുക്കും ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. ഏതൊക്കെയാലും CPM-ലേക്ക് ശശി തരൂർ പോകത്തില്ല, അതിനുള്ള സാധ്യതകളില്ല. പിന്നെ ശശി തരൂരിനെ സംബന്ധിച്ച് ശശി തരൂർ MP സ്ഥാനം രാജിവെച്ച് ഈ ഒരു സമയത്ത്, ഇതിപ്പം ജനുവരി അവസാന ദിവസങ്ങളിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരി മാർച്ച് 20 തെരഞ്ഞെടുപ്പ് കേരളത്തിൽ പ്രഖ്യാപിക്കും. അപ്പോൾ ഈ സമയത്ത് ശശി തരൂർ കോൺഗ്രസ് പാർട്ടി വിട്ട്, അതായത് ഇവിടെ പ്രസംഗിക്കാൻ അനുവദിച്ചില്ല എന്ന ഒരൊറ്റ കാരണം പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് പാർട്ടി വിട്ടിട്ട് മറ്റൊരു പാർട്ടി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഒന്നും കേരളത്തിൽ ആരും അംഗീകരിക്കാൻ വേണ്ടി പോകുന്നില്ല. അദ്ദേഹത്തിന് കേരളത്തിലുള്ള മുഴുവൻ സ്വീകാര്യതയും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചയായിരിക്കും നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വം ഒരു കാരണവശാലും ശശി തരൂരിന്റെ കടുംപിടുത്തത്തിന് വഴങ്ങരുത്. കടുംപിടുത്തത്തിന് വഴങ്ങിക്കഴിഞ്ഞാൽ അത് വലിയ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം ഏതൊക്കെയാലും ശശി തരൂർ MP സ്ഥാനം രാജിവെക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. എങ്ങനെയും കോൺഗ്രസ് പാർട്ടി ഒന്ന് പുറത്താക്കണം എന്നാണ് ഇദ്ദേഹം ആഗ്രഹിക്കുന്നത്. കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരും ഈ ശശി തരൂരിനെ പുറത്താക്കണം എന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് KC വേണുഗോപാൽ ഇദ്ദേഹത്തെ പുറത്താക്കാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടി പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹത്തിന് MP സ്ഥാനം രാജിവെക്കേണ്ട ആവശ്യമില്ല. വരുന്ന ഒരു 3.5 വർഷത്തേക്ക് കൂടി ഇദ്ദേഹത്തിന് MP ആയിട്ട് തന്നെ കേരളത്തിൽ തുടരാൻ വേണ്ടി പറ്റും. എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റാൻ വേണ്ടിയിട്ട് പറ്റും. ഒരുപക്ഷെ ഇദ്ദേഹത്തെ BJP തന്നെ കേന്ദ്ര ക്യാബിനറ്റിൽ എടുത്തു എന്ന് വരും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് ഏതെങ്കിലും കാരണവശാൽ ഇദ്ദേഹത്തിന്റെ നിബന്ധനകൾക്ക് മുമ്പിൽ വഴങ്ങേണ്ട കാര്യമില്ല. ഇദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് ഒന്നെങ്കിൽ ശശി തരൂരിന്റെ ക്രെഡിബിലിറ്റി നശിപ്പിക്കാം, അതല്ല എങ്കിൽ കോൺഗ്രസിന് വഴങ്ങി കോൺഗ്രസ് പറയുന്നത് അനുസരിച്ച് 2026 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ട് UDFന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാം എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ശശി തരൂരിന്റെ മുമ്പിൽ മറ്റു വഴികളില്ല. അതിലൊക്കെ അപ്പുറത്തേക്ക് ശശി തരൂർ എന്തെങ്കിലുമൊക്കെ ഇവിടെ കാട്ടിക്കൂട്ടുമോ, അല്ലെങ്കിൽ ശശി തരൂർ പ്രശ്നം സൃഷ്ടിച്ചാൽ അത് കേരളത്തിലെ ജനസിനെ ബാധിക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സംഭവം ഇല്ലെന്നേ. ഇപ്പോൾ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ അവസരം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുന്ന ശശി തരൂരിനെ പിന്നെ ആരെങ്കിലും മാനിക്കുമോ? ഇത്രയേറെ അവസരങ്ങൾ ശശി തരൂരിന് കോൺഗ്രസും UDFും കൊടുത്തേക്കുന്നതല്ലേ, മന്ത്രി വരെ ആക്കിയേക്കുന്നല്ലേ, കേന്ദ്രമന്ത്രി വരെ ആക്കിയേക്കുന്നല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു കാരണവശാലും UDF നേതൃത്വം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ശശി തരൂരിന് വഴങ്ങരുത്. ശശി തരൂരിന് വഴങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നെ കോൺഗ്രസിന്റെ തകർച്ചയ്ക്കുള്ള തുടക്കമായിരിക്കും എന്നൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ.